ഹായ്, എല്ലാവർക്കും നമസ്കാരം. സദ്ഗമയുടെ മറ്റൊരു യാത്ര. ഞങ്ങളിപ്രാവശ്യം എത്തിയിരിക്കുന്നത് ഹിമാലയത്തിലെ 13,000ഓളം അടി ഉയരത്തിലുള്ള 4,400 മീറ്ററോളം ഉയരത്തിലുള്ള ഹേമകുണ്ട് സാഹിബ് എന്ന പുണ്യഭൂമിയിലേക്കാണ്. ഞങ്ങൾ ഏതാണ്ട് 47 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ഗുരു ഗ്രന്ഥ സാഹിബ്, സിഖ് മതത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണത്. അവിടെ ഗുരു ഗോവിന്ദ് സിംഗ് ജിയുടെ തപോഭൂമിയാണ്. ഒരു കൊച്ചു തടാകം, ഈ മലയുടെ ഈ വലിയ പർവ്വതങ്ങളുടെയൊക്കെ താഴ്വരയിൽ പോലെ ഒരു കുഞ്ഞ് തടാകം. ആ തടാകം അവർ അമൃത് സരോവർ പോലെ അവർ പവിത്രമായി കാണുന്നു. സിഖ് മതത്തിലെ ഭക്തന്മാരായ ആളുകൾ അവർ ഈ നല്ല തണുപ്പിൽ മുങ്ങിക്കുളിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതിനുശേഷം തൊട്ടിപ്പുറത്ത് ഒരു ലോകപാല ലക്ഷ്മൺ മന്ദിർ, അങ്ങനെ ഒരു ക്ഷേത്രവും ഇവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് മഹാദേവൻ്റെ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട്. ബദ്രീനാഥിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്ററോളം താഴെ ഗോവിന്ദ്ഘട്ടിൽ നിന്ന് കുതിരയിലോ ഹെലികോപ്റ്ററിലോ ഒക്കെ ആയിട്ട് ഗംഗാരിയ എന്ന ചെറിയ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് എത്തും. അവിടെ നിന്ന് 2 സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ പോകാനുള്ളത്. ഒന്ന് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക്, അതുപോലെ മറ്റൊന്ന് ഇവിടെ ഈ ഹേമകുണ്ട് സാഹിബിലേക്ക്. സാമാന്യം നല്ല ഒരു കയറ്റമാണ്. ഏതാണ്ട് 6 കിലോമീറ്റർ ഉള്ളെങ്കിലും അത് കുതിര തന്നെ 2.5 മണിക്കൂർ എടുത്തിട്ടാണ് കയറുന്നത്. നടന്ന് കയറുകയാണെങ്കിൽ 3-4 മണിക്കൂർ എടുത്താലും മതിയല്ലോ. നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു കയറ്റമാണ് ഇവിടേക്കുള്ളത്. അങ്ങ് ദൂരെ കാണുന്നത് നീലകണ്ഠ പർവ്വതമാണ്. നീലകണ്ഠ പർവ്വതം ഒരു കുഞ്ഞ് ശിഖരമായിട്ട് കാണാനുണ്ട്, പൂർണ്ണമായും മഞ്ഞ് പതച്ച് കിടക്കുന്നത്. വീഡിയോ സൂം ചെയ്യുന്നുണ്ട് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ആ മേഘങ്ങൾക്കിടയിലൂടെ നീലകണ്ഠ പർവ്വതത്തെ നമുക്ക് ഭംഗിയായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ബദ്രിനാഥിൽ നിന്ന് രാവിലെ സ്വർണ്ണ നിറത്തിൽ കണ്ട ആ സുന്ദരമായ പർവ്വതം ഇവിടെ വെള്ളി നിറത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും ഉയരത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ ഇവിടെയും ലങ്കാറുണ്ട്. സിഖ് മതത്തിലെ പ്രധാന ഗുരുദ്വാരകളിൽ എവിടെ ചെന്നാലും അവർ നമുക്ക് സൗജന്യമായി ഭക്ഷണം തരുന്നുണ്ട്. അതുപോലെ ഇവിടെയും ലങ്കാറുണ്ട്. മാത്രമല്ല അമൃത് സരോവറിൽ ചെല്ലുമ്പോൾ കുന്തമൊക്കെ പിടിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി നമ്മുടെ ദ്വാരപാലകന്മാരെ പോലുള്ള ആളുകളെ കാണാം. അവർ ഇവിടെയുമുണ്ട്. അപ്പുറത്തെ സൈഡിൽ സിഖ് മതത്തിൻ്റെ ഭാഗമായതുകൊണ്ട്, അവിടുത്തെ ഗുരുദ്വാരയുടെ ഭാഗമായതുകൊണ്ട് അവിടുന്ന് വീഡിയോ എടുക്കുന്നത് അവരുടെ സമ്പ്രദായത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ലക്ഷ്മണ ക്ഷേത്രമാണ്. ഈ ഭാഗത്ത് അങ്ങനെ ഒരു സ്ട്രിക്റ്റായിട്ട് വീഡിയോയ്ക്ക് എതിരെ പറയുന്നില്ല. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇവിടെ കുറച്ച് അമ്മമാരും കുറച്ച് കുട്ടികളും കുറച്ച് ചെറുപ്പക്കാരുമായ ആളുകൾ ഇരുന്നിട്ട് ഹനുമാൻ ചാലീസ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനോഹരമായ രാഗത്തിൽ നല്ല ഭംഗിയായിട്ട് ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് കേൾക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും ഉയരത്തിലുള്ള സാമാന്യനെ എത്തിച്ചേരാൻ വളരെ ദുർഘടമായൊരു സ്ഥലമാണെങ്കിലും ഇവിടെ നിരവധി ആളുകൾ എല്ലാ ദിവസവും എത്തിച്ചേരുന്നുണ്ട്. ഒരു 2 സമാന സ്വഭാവമുള്ള 2 മതങ്ങളുടെ 2 ക്ഷേത്രങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരേ മതിലില്ല, ഒരേ ഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടിരിക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ചയും കൂടി ഇവിടെ നമുക്ക് കാണാനുണ്ട്.